എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തൊഴിലുറപ്പ് ഭേദഗതി നിയമം. 2005 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചില പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വിബിജി റാംജി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെ നിയമമായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ ഭയാശങ്കകൾ ഉളവാക്കുന്ന തരത്തിൽ ഇവിടത്തെ ഇടതുവലതു മുന്നണികൾ വിവിധ തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് 100 തൊഴിൽ ദിനങ്ങളിൽ നിന്ന് 125 തൊഴിൽ ദിനങ്ങളായി മാറുന്നു. ഇതിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ അവരുടെ വേതനം അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അല്ലാത്തപക്ഷം തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 369 രൂപയോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 40% കൂടി കൂട്ടി അവരുടെ വേതനം 369 പ്ലസ് 147 516 രൂപ ആയി ഉയർത്തിയിരിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന പരിഗണനയിൽ അവർക്ക് അടിസ്ഥാന തൊഴിൽ നിയമങ്ങൾ അവർക്കും ബാധകമാണ്. അവരുടെ തൊഴിൽ ദിനങ്ങൾ കണക്കാക്കി മിനിമം ബോണസ് കൊടുക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്നു. രോഗങ്ങളും ചികിത്സാ ചെലവുമാണ് ഇന്ന് സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിന് പരിഹാരമായി രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ESIയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളതും ഏറ്റവും സ്വാഗതാർഹമായ വ്യവസ്ഥയാണ്. അങ്ങനെ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട്, തൊഴിലുറപ്പ് മേഖലയിലെ അഴിമതി ഇല്ലാതാക്കിക്കൊണ്ട്, തൊഴിലുറപ്പ് മേഖലയിൽ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിബിജി റാംജി 2025 നിയമത്തിന് എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. വികസിത ഗ്രാമങ്ങളിലൂടെ വികസിത ഭാരതത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നമസ്തേ.